ഹായ് ഓൾ, വെൽക്കം ടു റീൽ ടോക്സ് വിത്ത് അഖില. രേഖാചിത്രം. ഡയറക്ടർ പ്രീസിന്റെ ഒക്കെ ഡയറക്ടറായ ജോഫിൻ ടി ചാക്കോ. പ്രൊഡ്യൂസർ വേണു കുന്നപ്പള്ളി. കഥ തിരക്കഥ ചെയ്തിരിക്കുന്നത് രാമു സുനിൽ, ജോൺ മന്ത്രിക്കൽ ഇവർ ചേർന്നിട്ടാണ്. കിഷ്കിന്ദകാണ്ഡത്തിന്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടറായ മുജീബ് നജീബ് തന്നെയാണ് ഇതിന്റെയും മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ത്രൂ ഔട്ട് ഒട്ടും ബോറടിപ്പിക്കാതെ കണ്ടുപോകാവുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമ. ഈ സിനിമയില് ഓരോ സീനും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കണക്ട് ആവുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് കഥയെ അല്ലെങ്കിൽ സന്ദർഭങ്ങളെ നമുക്ക് അസ്യൂം ചെയ്തെടുക്കേണ്ട ഒരു സാഹചര്യം ഇതിൽ ഉണ്ടാവുന്നില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ശരിക്കും ഇതിന്റെ കഥയും തിരക്കഥയും പോയിരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ പോലും ഈ സിനിമയിൽ ഉള്ളതായിട്ട് തോന്നുന്നില്ല. മമ്മൂട്ടിയുടെ കാതോട് കാതോരം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചുണ്ടാകുന്ന ഒരു കഥ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. മമ്മൂക്കയുടെ ഒരു എസ്സിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായതെന്ന് ഇതിന്റെ ഡയറക്ടറായ ജോബിൻ പറഞ്ഞതായി ഞാൻ എവിടെയോ വായിച്ചിരുന്നു. ശരിക്കും ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്കത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാവാൻ സാധിക്കും. ഈ സിനിമയുടെ നറേറ്റീവ് സ്റ്റൈല് ഭയങ്കര രസമാണ്. അതായത് പഴയ കാലവും പുതിയ കാലവും കൂടെ ചേർത്ത് ഒരു ഒരു പാരലൽ രീതിയിലാണ് ഇതിന്റെ കഥ പറഞ്ഞു പോകുന്നത്. വില്ലന്മാർ ആരാണെന്നും അല്ലെങ്കിൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ഏറെക്കുറെ പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തുന്ന രീതിയാണ് ഈ സിനിമയെ ശരിക്കും വേറിട്ട് നിർത്തുന്നത്. വിനോദ് എന്ന പോലീസ് വേഷം അതിന്റെ എല്ലാ മികവോടും കൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ ആസിഫിന് സാധിച്ചിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസറുടെ സ്ട്രഗിൾസും ഇമോഷൻസും ഡെഡിക്കേഷനും എല്ലാം വളരെ തന്മയത്വത്തോടു കൂടി തന്നെ ആസിഫ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അനശ്വരയുടെ കാര്യം എടുത്താല് നമ്മൾ റീസെന്റ് അപ്പം നേരം, ഓസ്ലർ, അതുപോലെ ഗുരുവായൂരമ്പല നടയില് ഇങ്ങനെ ഓരോ സിനിമകളിലും നമ്മൾ കണ്ടതാണ്. ഓരോ സിനിമ കഴിയും തോറും അനശ്വരയുടെ അഭിനയം കൂടുതൽ കൂടുതൽ റിഫൈൻഡ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് അഭിനേതാക്കളെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ ചെയ്തിരിക്കുന്നത് സിദ്ദിഖ്, മനോജ് കെ ജയൻ, സായ് കുമാർ, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ് ഇങ്ങനെയുള്ള ലെജൻസ് ആണ്. ജഗദീഷ് ശരിക്കും ഇതിൽ ജഗദീഷായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു റോള് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആട്ടത്തിലെ നായികയായ സെറീനയാണ്. ശരിക്കും ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളിക്കാരി ആ റോള് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ സിനിമ തന്നത്. 100% സാറ്റിസ്ഫൈങ് ആയിട്ടാണ്, എനിക്ക് 100% സാറ്റിസ്ഫൈങ് മൂവിയാണ് ഇത്. ഇറങ്ങിയപ്പോ സിനിമ കണ്ട് ഇറങ്ങിയപ്പോ ശരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ ശരിക്കും നടക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകുമോ എന്ന് തോന്നുന്ന പോലെ അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ടാണ് ശരിക്കും ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. എല്ലാരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ദാറ്റ്സ് ഇറ്റ്. സൈനിങ് ഓഫ്. താങ്ക് യു.